ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് 22ാമത്തെ സൂറത്തായിട്ട് പഠിക്കാൻ വരുന്നത് സൂറത്തു ഷർ ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള സൂറത്തുകളൊക്കെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അന്ന് പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് ഏകദേശം കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് എന്നോട് കമൻറ്റ് ചെയ്തിട്ടും പേഴ്സണലായിട്ടും ഇതിൻ്റെ ബാക്കിയുള്ള ഈ 2 അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. 3 സൂറത്താണ് നമുക്കിതിൽ ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് 3 അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് പേര് പേഴ്സണൽ തന്നെ വന്നിട്ട് പറയുന്നുണ്ട്. അതിലെ ഉസ്താദിൻ്റെ ഖിറാഅത്തും വളരെ വ്യക്തമായി കുട്ടികൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഖിറാഅത്താണ്. അപ്പോൾ ഞാൻ അത് യൂട്യൂബിലുണ്ട് എന്ന് പറഞ്ഞപ്പം അത് അങ്ങനെ നമുക്ക് പെട്ടെന്ന് എടുക്കാനൊന്നും കഴിയുന്നില്ല. നിങ്ങളൊന്ന് പഴയതുപോലെ ഒന്ന് വീഡിയോ ആക്കി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. ഇപ്പോഴും ഞാനിത് വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ഒഴിവിന് അനുസരിച്ച് നോക്കുമ്പം നമ്മുടെ ചുറ്റുഭാഗത്ത് പല പണികളും നടക്കുന്ന ഏരിയയാണ്. അവിടെ നിന്നൊക്കെ ഓരോ മെഷീൻ വർക്ക് ചെയ്യുന്ന ശബ്ദങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം വീഡിയോയിൽ അത് കേൾക്കാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം, ക്ഷമിക്കാം. അപ്പോൾ നമുക്ക് സൂറത്ത് ഷർ, അപ്പോൾ നമുക്ക് ഇത് ഉസ്താദിൻ്റെ പാരായണം ഒന്നതിൻ്റെ കൂടെ കേട്ട് മനസ്സിലാക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഓക്കെ, അലം നഷ്റഹ്. ചിലരൊക്കെ എന്താ പറയുന്നു? അലൻ നഷ്റഹ്. അലൻ നഷ്റഹ് അല്ല, അലം നഷ്റഹ്. അലം നഷ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക് വവളഅനാ അൻക വിസ്റക്. ഇവിടെ അൻക ഉണ്ട്, അങ്കയാവരുത് ട്ടാ. ഇനി നോക്കി, അല്ലദീ അൻഖദ ളഹ്റക്. അല്ലദീ മദ്ദുണ്ട്. പിന്നെ അൻഖദ ഫസ്റ്റത്തെ അക്ഷരം അ ആണ്, ഐനല്ല. അൻഖദയല്ല, ഐൻ അല്ല, അ ആണ്. പിന്നുള്ളതോ നൂനിന് ശേഷം ഖാഫ് വന്നപ്പോൾ നൂനിനെ തഫ്ഖീം ചെയ്ത് ഖാഫായിട്ട് തന്നെ, അല്ലാതെ അങ്ക ആയോ? ഇല്ല, ആവരുത്. പിന്നെ ആദ്യത്തേത് ളാണ്, പിന്നത്തേത് ലോ ആണ്. രണ്ടും രണ്ടായിട്ട് തന്നെ പറയണം. അല്ലദീ അൻഖദ ളഹ്റക്. ഓക്കെ, ളഹ്റക്. ورفعنا لك ذكرك ورفعنا لك ذكرك. മനസ്സിലായില്ലേ? ذكرك. فإن مع العسر يسرا فإن مع العسر يسرا. അടുത്ത ആയത്തിൽ പറയുന്നുണ്ട് ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഉസ്രി യുസ്റ, ഉസ്രി യുസ്റ. അയ്യേ, അതൊന്നുമില്ല. فإذا فرغت فانصب. فإذا فرغت فرغت نو فرغ അല്ല, فرغت. فإذا فرغت فانصب وإلى ربك فارغب وإلى ربك فارغب. എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ഒരുമിച്ച് ഒന്ന് ഓതണം. ഒരുമിച്ച് ഒപ്പട്ടോ.
നമ്മൾ നീട്ടുന്നത്, നമ്മൾ മണിക്കുന്നത് ഒക്കെ എങ്ങനെ നോക്കണം, അതിൻ്റെ കൂടെ തന്നെ വരണം. നിങ്ങൾ മുന്നിൽ ചാടാൻ പാടില്ല, ബാക്കിലാവാനും പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക് الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب صدق الله العظيم. അല്ലാഹുവേ ഖബൂലാക്കണേ അല്ലാഹ്. അപ്പം നമുക്ക് സൂറത്തൊക്കെ എല്ലാവരും ഒന്നായി ഓതി പഠിച്ചല്ലോ. ഇനി ഇതിൽ വന്ന വർക്കുകൾ നമുക്ക് ഇതിൽ നിന്ന് ഉള്ള ചെറിയ വേർഡ്സുകളാണ് ഇവിടെ തന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ ഓതി പഠിച്ച വേർഡ്സുകൾ തന്നെയാണ് അലം നശ്റഹ്, സദ്റക്, വവളഅന അൻക ളഹ്റക്, ദിക്റക്, മഅൽ ഉസ്രി യുസ്രാ, ഫഇദാ ഫറഅത് ഫൻസബ്, ഫർഅബ്. അപ്പോൾ ഇത്രയും വേർഡ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് വായിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ ഓതി നോക്കുക. അപ്പോൾ നമുക്ക് ഓതുമ്പോൾ വേർഡ്സുകൾ കിട്ടാത്തത് നമുക്ക് മനസ്സിലാക്കി പറഞ്ഞ് പഠിക്കാം. എന്നിട്ട് ഫർഅബ് എന്ന് പറഞ്ഞത് ഇവിടെ എവിടെയാണ്. അപ്പോൾ കുട്ടികൾ അത് പഠിക്കലും ആവും, അക്ഷരങ്ങൾ മനസ്സിലാക്കലും അത് കണ്ടുപിടിക്കലൊക്കെ ആവുമ്പോൾ അവർക്ക് പെട്ടെന്ന് അക്ഷരങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാൻ കഴിയും. പിന്നെ ഇതിൽ വന്നൊരു വർക്കാണ് എന്ത്, ലോ മനസ്സിലാക്കാനാണ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. പിന്നെ ലുൻ, ലുന്നു, ലു, ലീം, ലോഹിരീൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉച്ചാരണം തലല്ലോ, ലോ, ഇതൊക്കെ ഉച്ചാരണമൊക്കെ മനസ്സിലാക്കുക, ലോ മനസ്സിലാക്കുക, ഖുർആനിലെ എഴുത്ത് രീതിയും മനസ്സിലാക്കുക കേട്ടോ. പിന്നെന്താണ് ഓയിന്, പുള്ളിയുള്ള ഓയിൻ മനസ്സിലാക്കുക. പിന്നെന്താണ്, അപ്പോൾ ഇവിടെ വന്ന് അല്ലേ, അഴൈന, മൊറീറാത്തി, ഉലാമൻ, ഓഇബീൻ, മഗ്ഫിറത്തുൻ, മാൾ, ഒഫൂർ, ഒഫൂർ. ഓ. അപ്പോൾ ഖുറാനിൽ ഇടയിൽ വരുന്നതും ആദ്യത്തിൽ വരുന്നതും ഒക്കെ ഇവിടെ അയിനും ഒഴയിനും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം കേട്ടോ. അതൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ എന്താണ്, താഴെ നമുക്കൊരു സൂറത്ത് തന്നിട്ടുണ്ട്. അതിന് ലോവും ഒഴയിനും മനസ്സിലാക്കാനാണ്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കി അടയാളപ്പെടുത്താം. അപ്പോൾ ഇവിടെ ഓഷിയ അവിടെ വന്നു. പിന്നെ പുള്ളിയുള്ളതാണ് വേണ്ടത്, ഇവിടെ പുള്ളിയില്ലാത്ത അഴീനാണ്. പിന്നെ എവിടെയാണ്, ഇങ്ങനെ നോക്കി പോവാം. ഞാൻ കാണാത്തത് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അടയാളപ്പെടുത്തണം കേട്ടോ. ഇവിടെ ഉണ്ട് യോയിനി അല്ലേ. പിന്നെ പുള്ളിയുള്ള ഇതാണ് വേണ്ടത്, ഇവിടെ പുള്ളിയില്ലാത്തൊക്കെ കാണുന്നുണ്ട്. ഇതാ ലാഴിയ. പിന്നെ ഞാൻ വിട്ടു പോകുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. എവിടെയും ഞാൻ കാണുന്നില്ല. ഇവിടെയൊക്കെ നമ്മുടെ അയിനുകളുണ്ട് കേട്ടോ, അയിനില്ല. ഇനി ഞാൻ കാണാത്തത് നിങ്ങൾ കണ്ടിട്ടാണെങ്കിൽ അടയാളപ്പെടുത്തുക, മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ സൂറത്തിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ പാരായണം നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതിൽ വന്ന ലോവും അയിനും ഉച്ചാരണങ്ങളും എഴുത്ത് രീതികളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തതുമായ ഉടൻ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.